കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സിന്റെ സീസൺ 4 ആയുള്ള ചാപ്റ്റർ 193, 94, 95 ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ബോറുട്ടോ, ടു ബ്ലൂ വോർട്ടെക്സ്, ബ്ലാക്ക് ലവർ ആനിമി കഴിഞ്ഞിട്ടുള്ളത് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്റെ കൺമുമ്പിൽ വെച്ചാണ് അന്ന് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ നിനക്കൊന്നൊരു വാക്കുണ്ട്, എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ വന്നാലും നിനക്ക് വേണ്ടി ഒരു സേഫ് ആളുടെ ഫ്യൂച്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഞാനിപ്പോൾ കാണുന്നത് ആ ഫ്യൂച്ചറാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാനെന്ന് സ്വപ്നം കണ്ട് നടന്ന ആ ഒരു ഫ്യൂച്ചറാണ്. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത്, അതായത് ആ കേക്ക് മുറിക്കുന്നവിടെ ഭയങ്കര ബഹളം നടക്കുവാണ്. പുള്ളിക്കൻ്റെ കയ്യിൽ നീട്ടത്തിലൊരു ബ്ലേഡ് കൊടുത്തിട്ടാണ് ആ കേക്കൊക്കെ മുറിക്കാൻ പറയുന്നത്. താക്കേമിച്ചി, നീ എൻ്റെ പഴയ താക്കേമിച്ചിയല്ലേ? 12 വർഷത്തിന് മുമ്പുള്ള. എനിക്ക് മനസ്സിലായി, നീ ഇപ്പോഴല്ലേ തിരിച്ചു വന്നത് ഇവിടേക്ക്. നിനക്ക് വല്ലതും അറിയാവോ? എത്ര നാളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. താക്കേമിച്ചി, വെൽക്കം ബാക്ക്. ഇത് കേൾക്കാൻ നേരത്തെ നമ്മുടെ താക്കേമിച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ, അതെന്താടാ നിനക്ക് വിശ്വാസം വന്നില്ലേ? ഞാൻ മാത്രമല്ല കേട്ടോ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ, ഞങ്ങൾ ഓൾമോസ്റ്റ് 12 വർഷം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു താക്കേമിച്ചി. നീയാട്ടെ ഒരു ഞൊടിയടിയിൽ ഇവിടേക്ക് വരികയും ചെയ്തു. നീ എന്ത് പൊളിയാണെന്ന് നിനക്കറിയാവോ താക്കേമിച്ചി? നീ എത്ര പേരുടെ ജീവനാണ് രക്ഷിച്ചത്. ഇല്ല, ഞാൻ ഒരിക്കലും ഒറ്റക്ക് ചെയ്തതല്ല, എന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എല്ലാവരും സേഫാണ്. നമ്മുടെ പാൻജാനാട്ടെ പുള്ളിക്കാരന്റെ ഫാമിലി ബിസിനസ് നോക്കി നടത്തുവാണ്. ഹായ് ഹൈഷി പുള്ളിക്കാരന്റെ പാർട്ട്ണറാണ്. മിത്സുയാക്കുൻ ഒരു ഫാഷൻ ഡിസൈനർ, അതേപോലെ ഹക്കായി ഒരു ടോപ്പ് മോഡൽ തന്നെ. യസുവച്ചാനാകട്ടെ പുള്ളിക്കന്റെ മാനേജർ. വാട്ട ബ്രദേഴ്സ് ആകട്ടെ ഒരു റാമൻ ഷോപ്പ് തുടങ്ങി. നമ്മുടെ ചിഫുയ ഒരു പെറ്റ് ഓണർ ഷോപ്പാണ്. അവിടെ തന്നെയാണ് നമ്മുടെ കസത്തറ കുഞ്ഞും ഉള്ളത്. ഡ്രാക്കനും ഇനൂപ്പിയും കൂടെ ഒരു ബൈക്ക് ഷോപ്പൊക്കെ തുടങ്ങി. പെട്ടെന്നായിരുന്നു താക്കേമിച്ചിയുടെ അടുത്തേക്ക് ഒരാൾ ഓടി വരുന്നത്. അയാളെ കണ്ടതും താക്കേമിച്ചി ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുവാണ്. കാര്യം പറ്റുന്നില്ല, അത് നമ്മുടെ നാറ്റോ ആയിരുന്നു. നീ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലേ? അപ്പൊ അവൻ പറയും ചെയ്യും, എടാ മന്ദബുദ്ധി, അല്ലെങ്കിൽ നീ എങ്ങനെ തിരിച്ചു വരാൻ പോകുന്നത്? താക്കേമിച്ചി, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി. എല്ലാവരും ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിപ്പുണ്ട്, എന്റെ സിസ്റ്ററും ബാക്കിയുള്ളവരെല്ലാരും തന്നെ. പെട്ടെന്നായിരുന്നു താക്കേമിച്ചി ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. മൈക്കി എന്തേ? മൈക്കിനെ കണ്ടില്ലല്ലോ. അവനിപ്പോ പുറത്താ. അവൻ വലിയ റെസ്റ്റോറന്റ് ഒക്കെ നടത്തി അടിപൊളിയായിട്ട് നടക്കുവാണ്. നീ അറിഞ്ഞില്ലായിരുന്നു? അത് ഭയങ്കര ഹ്യൂജ് ഹിറ്റൊക്കെ ആയിരുന്നു. അവന് നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവന് വരാൻ സാധിച്ചില്ല. ഇത് കേൾക്കാൻ നേരത്ത് നമ്മൾ താക്കേമിച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പക്ഷെ മൈക്കിനെ കൂടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ ദിവസം തന്നെ പൂർത്തിയായിരുന്നു. എന്തായാലും ഒന്ന് പോയി കാണണം. അതുകൊള്ളാം. നിനക്കറിഞ്ഞൂടെ നമ്മളിനി കുറച്ച് ബിസിയാകാൻ പോവാണ് താക്കേമിച്ചി. നമുക്കിനി അധികം സമയമൊന്നുമില്ല. ബിസിയോ? നമ്മളോ? പിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കോ? ഈ വരാൻ പോകുന്ന ജൂണിൽ നമ്മുടെ കല്യാണമാണ്. അതായത് ഇനി 3 മാസം കൂടെ. താക്കേമിച്ചിക്ക് ഒന്നും തന്നെ മിണ്ടാൻ സാധിക്കുന്നില്ലായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ അതിശയിച്ചിരിക്കുവാണ്. അപ്പൊ ഹിന പറയുന്നുണ്ട്, താക്കേമിച്ചി ഇനി നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ താക്കേമിച്ചി മിറ്റ്സുയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ഹിനക്ക് തയ്ച്ചു വെച്ചിരിക്കുന്ന വെഡിങ് ഡ്രസ്സൊക്കെ കാണും. നല്ല കിടിലൻ ലുക്കാണ് കേട്ടോ. പുള്ളിക്കാരും വളരെ സർപ്രൈസ്ഡ് ആണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ താക്കേമിച്ചിയുടെ കല്യാണ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ കല്യാണത്തിനുണ്ടെങ്കിൽ കോട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. താക്കേമിച്ചി വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ താക്കേമിച്ചിയുടെ ജീവിതം മാത്രമാണ് അധികം ഒന്നും മാറാത്തത്. മാറിയെന്ന് ചോദിച്ചാൽ മാറിയിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരൻ പണ്ട് ഒരു പാർട്ട് ടൈം വർക്കർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ താക്കേമിച്ചി ഒരു ലൈബ്രറിയിലെ മാനേജറാണ്. ഇപ്പോഴും പുള്ളിക്കാരൻ താമസിക്കുന്നത് ആ ഒരു പഴയ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. താക്കേമിച്ചി ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലാൻ നേരത്ത് അത് മുഴുവൻ ഭയങ്കര ഡേറ്റി ആയിട്ട് കിടക്കുവാണ്. പക്ഷെ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണാൻ നേരത്തെ. തന്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് താക്കേമിച്ചി തീരുമാനിച്ചു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കടന്നുപോയി. താക്കേമിച്ചി പണ്ടത്തെ പോലെ റാൻഡമായിട്ട് കിടന്നുകൊണ്ട് ഒരു ന്യൂസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ന്യൂസ് പുള്ളിക്കാരന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ജപ്പാനിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭീതി വരുത്തുന്ന ഒരു ഈവൽ ഓർഗനൈസേഷന്റെ ലീഡറിന്റെ വീഡിയോ അങ്ങനെ ലീക്ക് ആയിട്ടുണ്ട്. ആ ന്യൂസ് കാണാൻ നമ്മുടെ താക്കേമിച്ചി ഞെട്ടുന്നുണ്ട്. കാര്യം അതിന്റെ അന്ന് ഒരാളെ താക്കേമിച്ചി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരാൾ. പുള്ളിക്കാരന്റെ പുറകിലാകട്ടെ ഒരു ടാറ്റുവും കാണാം. ബോണ്ടന്റ് എന്നാണ് ആ ഒരു ഓർഗനൈസേഷന്റെ പേര്. താക്കേമിച്ചി പറയുന്നുണ്ട്, ആ വെള്ള മുടിയുള്ള ഒരുത്തനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരാണ്? അത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അവന് ഹിനയും കൂടെ നമ്മുടെ ആംഗിക്കുന്റെ അതേപോലെ സ്മൈലിക്കുന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ഫുഡ് കഴിച്ചിരിക്കാൻ നേരത്താണ് താക്കേമിച്ചി ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പണ്ടത്തെ ഒരു ഫോട്ടോ. അപ്പൊ തന്നെ നമ്മൾ താക്കേമിച്ചി പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു, മൈക്കിനൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ത് സന്തോഷമായി. താക്കേമിച്ചി ചോദിക്കുന്നുണ്ട്, മൈക്കിക്കുൻ ഇപ്പോഴും സുഖമായിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ സ്മൈലി ചിരിച്ചോണ്ട് പറയും ചെയ്യും, ആർക്കറിയാൻ ഇപ്പൊ സുഖമായിട്ടിരിക്കണോന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? മൈക്കി തിരിച്ച് ജപ്പാനിലോട്ട് വരാറില്ലേ? അവൻ പുറത്തെവിടെയാണെന്നുള്ള ഡ്രാക്കൻ പറഞ്ഞത്. അത് തന്നെയാണ് ഡ്രാക്കൻ ഞങ്ങളോടും പറഞ്ഞത്. ഡ്രാക്കൻ മാത്രമേ മൈക്കിനെ കാണാറുള്ളൂ. ഞങ്ങൾ മൈക്കിനെ കണ്ടിട്ട് ഏകദേശം ഒരു ഡെക്കേഡ് ആയിട്ടുണ്ട്. ഡെക്കേഡോ? എന്തോണ് ഈ പറയുന്നത്? നമ്മുടെ താക്കേമിച്ചി നമ്മുടെ ഹിനയെ നോക്കാതെ ഹിനയുടെ കാതി ഒരു കമ്മല് കാണും. അപ്പോഴാണ് താക്കേമിച്ചിക്ക് ആ ഒരു സത്യം മനസ്സിലാവുന്നത്. അവൻ കണ്ട ആ ഒരു ടാറ്റു അത് കമ്മലാണ്. അത് നമ്മുടെ ഇസാനയുടെ കമ്മലാണ്. താക്കേമിച്ചി എന്നിട്ട് അവിടുന്ന് ഫുഡ് പോലും കഴിക്കാതെ എടുത്ത് ഓടുവാണ്. പുള്ളിക്കാനായിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുവാണ്. മൈക്കിനെ ഡ്രാഗൺ മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കി ആരും കണ്ടിട്ടില്ല. ദൈവമേ, അതായിരിക്കില്ലേ, അതവനായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാക്കന്റെ അടുത്തേക്കാണ് ഈ താക്കേമിച്ചി ഓടുന്നത്. കതച്ചു കുത്തി നമ്മുടെ താക്കേമിച്ചി ഡ്രാക്കന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഡ്രാക്കൻ ചോദിക്കുന്നുണ്ട്, താക്കേമിച്ചി നിനക്കിത് എന്ത് പറ്റി? പേടിച്ച് വിറച്ച് നിൽക്കുവാണല്ലോ, എന്തിനാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്? മൈക്കി പുറത്തൊന്നും അല്ലല്ലോ, അത് കള്ളമല്ലേ? കേൾക്കാൻ നേരത്ത് നമ്മുടെ ഡ്രാക്കൻ ഒന്നും മിണ്ടതില്ല. ആരും മൈക്കിനെ ഒരു ഡെക്കേഡ് ആയിട്ട് പോലും കണ്ടിട്ടില്ല. അതുമല്ല, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ളത് ഇസനായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഡ്രാഗൺ കുൻ സത്യം പറ, മൈക്ക് ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ടോ? താക്കിമിച്ചി, ഞാനും മൈക്കും വേർപിരിഞ്ഞിട്ട് 12 വർഷമായി. നീ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് സംഭവിച്ചിരുന്നു. അവനിപ്പോ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോന്നൊന്നും എനിക്ക് അറിഞ്ഞു. ഞങ്ങൾ നിന്നോട് കള്ളം പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ ചിഫുവിനൊന്നും പറഞ്ഞേക്കല്ലേ. അവൻ ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് നിന്നോട് അങ്ങനെ പറഞ്ഞത്. താക്കിമിച്ചി, ഞാൻ നിന്നോട് പറയുവാണ്, നീ മൈക്കിനെ തേടി ഒരിക്കലും പോകരുത്. 12 വർഷങ്ങൾക്ക് മുമ്പ് മൈക്കിനെ ഞാൻ കണ്ടിരുന്നു അവസാനമായിട്ട്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ കണ്ടത് അത് നമ്മുടെ മൈക്കിയല്ല, അത് മറ്റാരോ. താക്കിമിച്ചി ഇതെല്ലാം കേട്ടിട്ട് അവിടുന്ന് പോകുവാണ്. പുള്ളിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അവിടേക്ക് നമ്മുടെ നാറ്റോ സാധനം വരുന്നു. നാറ്റോ, എന്നോട് ക്ഷമിക്ക്, ഞാൻ വീണ്ടും നിന്നെ ഓരോന്നിലേക്ക് വലിച്ചിഴക്കുവാണ്. നീ എന്തോ നീ പറയുന്നത്? നീ ആവശ്യപ്പെട്ട ഇല്ല നിന്റെ അകത്ത്. നീ പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു. അതിന്റെ പേര് ബോട്ടൺ എന്നാണ്. ആ വൈറ്റ് ഹെഡ് ഗായില്ലേ നീ പറഞ്ഞ, അവനാണ് ഈ ബോട്ടൺ എന്ന് പറയുന്ന ജപ്പാനിലെ വേഴ്സ്റ്റ് ക്രിമിനൽ ഓർഗനൈസേഷന്റെ ലീഡർ. ഗാംബ്ലിംഗ്, ഫ്രോഡ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, മർഡർ എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട്. ചുരുക്കം പറഞ്ഞാണെങ്കിൽ അവർ പണ്ടത്തെ തൊമാൻ തന്നെയാണ്. നീ പറഞ്ഞ ആ വെള്ള മുടിയുള്ള ഒരുത്തനില്ലേ, അവനെയും ഞാൻ കണ്ടുപിടിച്ചു. അത് ഇസനയല്ലേ നമ്മുടെ താക്കിമിച്ചി ചോദിക്കുന്നു. അല്ല താക്കിമിച്ചി, ഇസന പണ്ട് തന്നെ മരിച്ചിരുന്നു, അത് കൺഫേം ചെയ്തു. പക്ഷേ ആ വെള്ള മുടിയുള്ള ഒരുത്തൻ അവനല്ല. അവൻ അറിയപ്പെട്ടിരുന്നത് ദി അൺബീറ്റബിൾ മൈക്കി എന്നാണ്, പണ്ടത്തെ മാഞ്ചിറോ സാനോ. ഈ ഒരു ന്യൂസൊക്കെ അടുത്ത് നമ്മുടെ താക്കിമിച്ചി ഞെട്ടി തയ്ച്ച് നിൽക്കുവാണ്. അങ്ങനെയാണ് ചാപ്റ്റർ 195 ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ സീരീസ് ഒന്ന് ബലമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.